അലേമൺ പഞ്ചായത്തിന്റെ 2ാം വാർഡിലൂടെ കടന്നുപോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേയിലെ വീടുകളുടെ വില നിർണയത്തിൽ ആശങ്ക. 15 വർഷത്തിൽ പഴക്കമുള്ള വീടുകൾക്ക് വില ലഭിച്ചേക്കില്ല എന്ന ആശങ്കയാണ് വീട്ടുടമകൾക്കുള്ളത്. രേഖകൾ പ്രകാരം വീട് പഴയതാണെങ്കിലും പലതവണ വീട് പുതുക്കിപ്പണിതത് പരിഗണിക്കാതെ പോകരുതെന്നാണ് ഇവരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട പരാതികളുമായി വീട്ടുടമസ്ഥർ അഞ്ചൽ സ്പെഷ്യൽ തഹസിൽദാറിന്റെ ഓഫീസിലെത്തി. പുനലൂർ രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. ഇപ്പോൾ ഒരു നിലവിൽ ആ വീട് മെയിൻ്റെനൻസ് ചെയ്തും അല്ലാതെ അത് വൃത്തിയാക്കി താമസിക്കുന്നു. അപ്പോൾ ഒരു 15 വർഷത്തെ പഴക്കത്തിൻ്റെ കണക്കാക്കി 15 വർഷത്തിന് മുമ്പുള്ള വീട് നിശ്ചയിച്ചു കൊടുത്താൽ അതേ വീട് അവർക്ക് പുനർനിർമ്മിക്കാനുണ്ട്. ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളുടെ പക്കൽ നിന്നും പ്രമാണവും മറ്റും ഉദ്യോഗസ്ഥർ വാങ്ങിയുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. ഇതിനിടയിലാണ് ഈ വസ്തുക്കൾ നിൽക്കുന്ന കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം നിശ്ചയിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനായി കളക്ട്രേറ്റിൽ നിന്നും നിർദ്ദേശമെത്തിയത്. ഇതേ തുടർന്ന് പുനലൂർ തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. വീടിന്റെ വില നിർണയത്തിൽ ആശങ്കയുള്ളവർ പഞ്ചായത്ത് അംഗത്തിന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന തഹസിൽദാരുടെ ഓഫീസിലേക്ക് പരാതിയുമായി എത്തിയത്. ഇറങ്ങുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ സ്പെഷ്യൽ തഹസിൽദാർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ അവസരത്തിൽ ഒന്നും തന്നെ പറയാത്ത ഒരു നിയമമാണ് ഇപ്പോൾ പറയുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഓരോരുത്തരും അവരവർ താമസിക്കുന്ന വീടിന്റെ ഏജ് സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അവരെല്ലാം പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ 18 വർഷവും 15 വർഷവും 10 വർഷവും അങ്ങനെ പല വർഷങ്ങളുടെ പഴക്കമുള്ള വീടുകളാണ് അവിടെ നിലവിലുള്ളത്. അപ്പൊ ഈ ഏജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ആളുകളുടെ ആശങ്ക എന്ന് പറയുന്നത്, ഇത് ഈ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് ആ വീട് നിർമ്മിക്കുന്നതിനുള്ള മൂല്യം കണക്കാക്കി സർക്കാർ കൊടുക്കൂ എന്നാണ് അവർ ആശങ്കപ്പെടുന്നത്. 15 വർഷത്തിന് മുമ്പ് നിർമ്മിച്ച ഒരു വീടിന്റെ മൂല്യം 15 വർഷത്തെ വിലയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേ നിലവാരമുള്ള സ്ക്വയർ ഫീറ്റ് അളവുള്ള ഒരു വീട് പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ താമസിക്കുന്ന സാഹചര്യത്തിലുള്ള വീട് തന്നെ പുനർനിർമ്മിച്ച് കിട്ടുകയും അതിന് ഏജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു മാരണം ഒഴിവാക്കുകയും ചെയ്യണം എന്നാണ് ഈ ആളുകളെല്ലാം ആവശ്യപ്പെടുന്നത്. അതാണ് നമുക്ക് ഇന്ന് ഇവിടെ തഹസിൽദാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം ഇനി കളക്ടറേറ്റിലും അതുപോലെ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ അടുത്തും ഈ ആവശ്യം ഉന്നയിക്കാനാണ് ആളുകളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ മാത്രമേ തനിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് തഹസിൽദാർ നിലപാട് വ്യക്തമാക്കി. തുടർന്ന് തഹസിൽദാർക്ക് വീട്ടുടമസ്ഥർ പരാതി നൽകി. കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനും വീട്ടുടമകൾ തീരുമാനിച്ചിട്ടുണ്ട്. 15 വർഷത്തിനു മുൻപ് നിർമ്മാണം നടത്തിയ വീടുകളാണെങ്കിൽ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് വളരെ കുറവായിരിക്കുമെന്നതാണ് ഉടമകളെ ആശങ്കപ്പെടുത്തുന്നത്. വീടിൻ്റെ പ്രായം കൂടുന്തോറും വില കുറയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ ആശങ്ക പരിഹരിക്കുന്നതിന് പ്രമാണം ഉൾപ്പെടെ ഹൈവേ അധികൃതർക്ക് നൽകിയിരിക്കുന്നവർ തൊട്ടടുത്ത ദിവസം തന്നെ കളക്ടറെ കാണാനുള്ള ഒരുക്കത്തിലാണ്. റിപ്പോർട്ടർ സജി, അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.